In this video, we will discuss the Hofmann and Zaitsev rule in connection with the elimination reactions. We have already seen the mechanisms of E1 and E2 reactions, and the link of those videos are given in the description box. After watching the mechanisms of E1 and E2 reaction, you may proceed to this video. So Hofmann and Zaitsev rule. അപ്പോൾ സെയ്സഫ് റൂളിലും ഹോഫ്മാൻ റൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ദീസ് റൂൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് അനോർഗാനിക് എലിമിനേഷൻ റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി എലിമിനേഷൻ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പഠിച്ചത് എലിമിനേഷൻ റിയാക്ഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്, എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആൽക്കീൻ ആയിരിക്കും. Hofmann and Zaitsev rule, they indicate the nature of the final product. They indicate the nature of the final product, that is alkene, and that is based on the substitution of the final product. അതായത് നമുക്കുണ്ടാകുന്ന ആൽക്കീൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് ഏത് തരം ആൽക്കീൻ ഉണ്ടാകും എന്നാണ് Zaitsev റൂളും ഹോഫ്മാൻ റൂളും പറയുന്നത്. അക്കോർഡിംഗ് ടു Zaitsev rule, the most substituted alkene is formed, and according to Hofmann rule, the least substituted alkenes are formed. പക്ഷേ ഇത് രണ്ട് സാഹചര്യത്തിലാണ് ഉണ്ടാകുന്നതെന്ന് മാത്രം. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസിനെ നമ്മൾ Zaitsev പ്രോഡക്റ്റ് എന്നും ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസിനെ നമ്മൾ ഹോഫ്മാൻ പ്രോഡക്റ്റ് എന്നും റെഫർ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സീ Zaitsev rule. ഇത് പല രീതിയിൽ സ്പെല്ല് ചെയ്ത് കാണാറുണ്ട്. പല ഓതേഴ്സും പല സ്പെല്ലിംഗ് ആണ് ഉപയോഗിച്ച് വരുന്നത്. ഇൻ ദ എലിമിനേഷൻ റിയാക്ഷൻസ് ഓഫ് ന്യൂട്രൽ സബ്സ്ട്രേറ്റ്സ്, ദ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഓർ ദ പ്രിഡോമിനന്റ് പ്രോഡക്റ്റ്. ഇവിടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും. എന്താണ് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ? ദേ ആർ ദ ആൽക്കീൻ വിത്ത് എ ഗ്രേറ്റർ നമ്പർ ഓർ എ ലാർജർ നമ്പർ ഓഫ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ്. And the substrate will be generally a neutral substrate. അപ്പോൾ സാധാരണഗതിയിൽ ന്യൂട്രൽ സബ്സ്ട്രേറ്റ്സിനെ നമ്മൾ എലിമിനേഷൻ റിയാക്ഷന് വിധേയമാക്കിയാൽ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും മേജർ പ്രോഡക്റ്റ് എന്നാണ് Zaitsev റൂൾ പറയുന്നത്. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ആൽക്കീൻ വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണാം. As an example, we can take 2-bromo 2-methyl butane. Suppose if this compound, that is the substrate 2-bromo 2-methyl butane, is treated with sodium ethoxide. So sodium ethoxide in ethanol is the reaction. Ethanol is the reaction medium and sodium ethoxide is the reagent. Then it gives the Zaitsev product. Zaitsev product means the most substituted product. ഈ റിയാക്ഷൻ നമുക്ക് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് 2-bromo 2-methyl butane. 1 2 3 4 സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ബ്രോമിനും ഉണ്ട് മീഥൈലും ഉണ്ട്. സോ ഇറ്റ് ഈസ് 2-bromo 2-methyl butane. When it is treated with sodium ethoxide in ethanol, ഇവിടെ ബീറ്റ എലിമിനേഷൻ ആണ് നടക്കുക. ജനറലി ബീറ്റ എലിമിനേഷൻസ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ആൽഫ കാർബൺ ആറ്റത്തിന് തൊട്ടടുത്ത കാർബൺ ആറ്റത്തിനെയാണ് നമ്മൾ ബീറ്റ കാർബൺ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ 3 ബീറ്റ പൊസിഷൻസ് ഉണ്ട്, നെയിംലി ബീറ്റ പ്രൈം ആൻഡ് ബീറ്റ ഡബിൾ പ്രൈം. ഇവിടെ ഈ റിയേജന്റ് ഉപയോഗിച്ച് നമ്മൾ എലിമിനേഷൻ റിയാക്ഷൻ നടത്തി കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഇതിന് ബീറ്റ പൊസിഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബീറ്റ പ്രൈം ഓർ ബീറ്റ ഡബിൾ പ്രൈം. പക്ഷെ ബീറ്റ പ്രൈമിൽ നിന്നും ബീറ്റ ഡബിൾ പ്രൈമിൽ നിന്നും എലിമിനേറ്റ് ചെയ്താൽ രണ്ടും സെയിം പ്രോഡക്റ്റ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഹിയർ. എന്നാൽ ബീറ്റ പൊസിഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ ബീറ്റ പ്രൈമും ബീറ്റ ഡബിൾ പ്രൈമും അല്ലാത്ത ബീറ്റ പൊസിഷനിൽ നിന്ന്, അതായത് കാർബൺ നമ്പർ 3യിൽ നിന്ന് എലിമിനേഷൻ നടന്നാൽ നമുക്ക് കിട്ടുക ഈ പ്രോഡക്റ്റ് ആണ്.
ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത നോക്കുക, ഈ ഡബിൾ ബോണ്ടിൽ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ദെയർഫോർ ദിസ് ഈസ് ദ സേസ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ മേജർ പ്രോഡക്റ്റ്. അതേസമയത്ത് ഈ മൈനർ പ്രോഡക്റ്റ് നോക്കൂ, ഇവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്, ഇവിടെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ എണ്ണം കുറവാണ്, ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ദ ഹോഫ്മാൻ പ്രോഡക്റ്റ്. ബട്ട് ഇൻ ദിസ് കേസ് the major product is the most substituted alkene and that is the Saycev product. ഇതാണ് സേസഫ് റൂൾ പറയുന്ന. അപ്പൊ സേസഫ് റൂൾ അനുസരിച്ചായിട്ടാണ് ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ നടന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഹോഫ്മാൻ റൂൾ എന്താണെന്ന് നോക്കാം. അഗൈൻ ഹോഫ്മാൻ റൂളും പ്രെഡിക്റ്റ് ചെയ്യുന്ന എലിമിനേഷൻ റിയാക്ഷൻസിന്റെ എൻഡ് പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഹെവിലി ചാർജ് ഓർ ദാറ്റ് വിൽ ബി എ ബൾക്ക് സബ്സ്ട്രേറ്റ്. ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്മുടെ റിയേജന്റ്, ഇവിടെ നമ്മൾ എടുക്കുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബൾക്ക് സബ്സ്ട്രേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെവിലി ചാർജ്ഡ് സ്പീഷീസ് ആയിരിക്കും. ഇങ്ങനെയുള്ള സബ്സ്ട്രേറ്റിലാണ് നമ്മൾ ഹോഫ്മാൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹോഫ്മാൻ റൂളിൽ പറയുന്ന ഇതാണ്, ഇൻസ്റ്റെഡ് ഓഫ് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ദ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രോഡക്റ്റ് ഓർ ദാറ്റ് വിൽ ബി ദ പ്രിഡോമിനന്റ് പ്രോഡക്റ്റ്. എന്താണ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആൽക്കീൻ വിത്ത് ദ ലോവസ്റ്റ് നമ്പർ ഓഫ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻസ്. ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണാം. സെയിം സബ്സ്ട്രേറ്റ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു, 2-ബ്രോമോ 2-മീഥൈൽ ബ്യൂട്ടേൻ. പക്ഷേ ഇവിടെ നമ്മൾ റിയേജന്റ് മാത്രം മാറ്റുന്നു. ഇവിടെ റിയേജന്റ് എന്ന് പറയുന്നത് ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ഇൻ ബ്യൂട്ടനോൾ മീഡിയം ആണ് പറയുന്നത്. ഇവിടെ ശരിക്കും സബ്സ്ട്രേറ്റ് സെയിം ആണ്, പക്ഷെ റിയേജന്റ് ഈസ് ഡിഫറെന്റ്. റിയേജന്റ് ഈസ് എ ബൾക്കി റിയേജന്റ്. അതുകൊണ്ട് നമ്മളിവിടെ ഹോഫ്മാൻ പ്രോഡക്റ്റ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇവിടെ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് മേജർ പ്രോഡക്റ്റ് ആയിട്ട് വരിക. ഈ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ 3 ബീറ്റ പൊസിഷൻസ്, ആൽഫ പൊസിഷൻ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബീറ്റ പ്രൈം ആൻഡ് ബീറ്റ ഡബിൾ പ്രൈം, 3 ബീറ്റ പൊസിഷൻസ്. നേരത്തെ അതേ ആർഗ്യുമെന്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബീറ്റ പൊസിഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ബീറ്റയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആണ് കിട്ടുക. അതായത് ബീറ്റ എലിമിനേഷൻ തരുന്ന പ്രോഡക്റ്റ് ഇതാണ്. പക്ഷേ ഇത് ഹെവിലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്, അതുകൊണ്ട് ഇത് മൈനർ പ്രോഡക്റ്റ് ആണ്. എന്നാൽ ബാക്കി 2 ബീറ്റ പ്രൈമിൽ നിന്ന് കിട്ടുന്നത്, ബീറ്റ പ്രൈമിൽ നിന്ന് ബീറ്റ ഡബിൾ പ്രൈമിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആണ്. ആൻഡ് സിൻസ് ദ റിയേജന്റ് ഈസ് ബൾക്കിയർ ഹിയർ, നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഹോഫ്മാൻ റൂൾ ആണ്. ആൻഡ് ദെയർഫോർ ദ മേജർ പ്രോഡക്റ്റ് വിൽ ബി ദ ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വൺ. അപ്പൊ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റെറിക് ഇന്ററാക്ഷൻസ് that is the driving force in the Hofmann rule. അപ്പോൾ സ്റ്റെറിക് ഇന്ററാക്ഷൻസ് ഉള്ള സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റിയേജന്റ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഹോഫ്മാൻ പ്രോഡക്റ്റ് കിട്ടുക. ഇനി ഈ ഒരു അമീൻ നോക്കുക, ഇതൊരു പ്രൈമറി അമീനാണ്. ഇതിനെ നമുക്ക് ഹോഫ്മാൻ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ NH2 ഗ്രൂപ്പിനെ ഇതിനെ ഒരു ബൾക്കി NH2 ഗ്രൂപ്പായിട്ട്, ഒരു ബൾക്കിയർ ഗ്രൂപ്പായിട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ട് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മീഥൈൽ അയഡൈഡ് വെച്ച്, എക്സസ് മീഥൈൽ അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഇവിടെ അമീനിലെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ആ 2 ഹൈഡ്രജൻ ആറ്റംസിനെ മീഥൈൽ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വീണ്ടും എക്സസ് വരുന്നത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ക്വാട്ടനറി അമോണിയം സാൾട്ട് ആണ്, ക്വാട്ടനറി അമോണിയം അയഡൈഡ് ആണ്. അങ്ങനെ ഉണ്ടായ ക്വാട്ടനറി അമോണിയം അയഡൈഡിനെ നമ്മൾ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ എലിമിനേഷൻ റിയാക്ഷൻ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ I- വിൽ ബി കൺവേർട്ടഡ് ടു OH- ആൻഡ് ദിസ് OH- വിൽ നൗ ഇറ്റ് വിൽ ആബ്സ്ട്രാക്ട് എ പ്രോട്ടോൺ ഫ്രം ദ ബീറ്റ പൊസിഷൻ. അപ്പോൾ ബീറ്റ പൊസിഷനിൽ നിന്നോ അല്ലെങ്കിൽ ബീറ്റ പ്രൈമിൽ നിന്നോ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, പ്രോട്ടോണിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈസർ പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്, നമുക്ക് ഹോഫ്മാൻ പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് സിൻസ് റിയാക്ഷൻ പ്രൊസീഡ്സ് വിത്ത് എ ബൾക്കി സബ്സ്ട്രേറ്റ്, ദ ഹോഫ്മാൻ പ്രോഡക്റ്റ് ഈസ് എ എക്സ്പെക്റ്റഡ് വൺ. അപ്പോൾ ഇവിടെ ഹോഫ്മാൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എക്സസ് 95% മേജർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് വരും.
ഈ റിയാക്ഷൻ്റെ ഒരു ക്ലോസർ ലുക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് NH2 ക്വാട്ടർണറി സോൾട്ടായിട്ട് മാറുന്നതെന്ന് ഇവിടെ ഈ റിയാക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഹോഫ്മാൻ റൂളും സെയ്സപ്പ് റൂളും തമ്മിൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് റിലേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ സ്റ്റെറിക് ഫാക്ടർ ദാറ്റ് ഈസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ദ elimination, ഹോഫ്മാൻ എലിമിനേഷൻ. ഇൻ ദ ആബ്സെൻസ് ഓഫ് സ്റ്റെറിക് ഇഫക്റ്റ് സെയ്സപ്പ് പ്രിഡോമിനേറ്റ്സ്. ഇവിടെ നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇത് എലിമിനേഷന് വേണ്ടിയിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ് ഈ കാണുന്നത്. ഇത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൻ ആണ്. ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഈ എക്സ് ബൾക്കിയർ ആവും തോറും നമുക്ക് ഹോഫ്മാൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. എക്സ് സ്മോളർ ഗ്രൂപ്പ് ആവുമ്പോൾ നമുക്ക് കിട്ടുക സെയ്സപ്പ് പ്രോഡക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എക്സ് ഈസ് ബ്രോമിൻ, ഇവിടെ സ്റ്റെറിക് ഫാക്ടർ വരുന്നില്ല. ദർ ഇസ് നോ സ്റ്റെറിക് ഫാക്ടർ ഹിയർ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് സെയ്സപ്പ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഇഫ് ദിസ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ സേ സം ക്വാട്ടർണറി അമോണിയം സോൾട്ട്, then you will get Hofmann product. So hope the Seysap rule and Hofmann rule are clear to you. Now we will move on to the conclusion. That is, what is the key difference between Hofmann rule and Seysap rule? If such a question is asked, then you can answer that the Seysap rule indicates that the most substituted product is the stable product, and Hofmann rule indicates that the least substituted product is the most stable product. But here, in the case of Hofmann rule, there is a factor called steric factor plays an important role, and here there is no steric factor. That is a difference between Hofmann rule and Seysap rule. Now we will discuss an important application of Hofmann elimination. One of the important applications of Hofmann elimination is the structure elucidation of alkaloids. Alkaloids എന്താണെന്ന് നമുക്കറിയാം, nitrogen base containing compounds which are mainly of plant origin. ഈ ആൽക്കലോയിഡ്സിന്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാൻ ശരിക്കും 3 സ്റ്റെപ്സ് ആണുള്ളത്. And the first step is the conversion of the alkaloid into a quaternary ammonium iodide. അതിന്റെ ക്വാട്ടർണറി അമോണിയം അയോഡൈഡ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൽക്കലോയിഡിന്റെ ക്വാട്ടർണറി അമോണിയം അയോഡൈഡ് ആയിട്ട് മാറ്റുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡൺ ത്രൂ എ പ്രോസസ് നോൺ ആസ് ത്രൂ എ റിയാക്ഷൻ നോൺ ആസ് ഹോഫ്മാൻ എക്സോസ്റ്റീവ് മെഥിലേഷൻ. And the second step എന്ന് പറയുന്നത് the conversion of the above quaternary ammonium iodide into the corresponding hydroxide, and that is accomplished by using moist silver oxide. The third step is the pyrolysis of the quaternary ammonium hydroxide thus formed. ഇവിടെ pyrolysis that will yield the Hofmann product, that is Hofmann elimination will be taking place. See, this is the situation. Suppose we have an alkaloid. ഇതൊരു ആൽക്കലോയിഡിന്റെ സ്ട്രക്ചർ ആണ്. ഇവിടുത്തെ നൈട്രജൻ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ ഹൈഡ്രജൻ ആൻഡ് ടു ബോത്ത് ദ കാർബൺ ആറ്റംസ്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ മെത്തിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മെത്തിലേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് മെത്തിലേറ്റ് ചെയ്യുകയാണ്. എന്തുമാത്രം ഈ നൈട്രജനെ മെത്തിലേറ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും. Therefore, the reaction is conducted in presence of excess of methyl iodide. അപ്പോൾ ഇവിടുത്തെ ഈ നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദ മീഥൈൽ ഗ്രൂപ്പ്, ആൻഡ് ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, അങ്ങോട്ടേക്കും ഒരു മീഥൈൽ ഗ്രൂപ്പ്. Therefore, after methylation, after exhaustive methylation, this will become a positively charged species to which the iodide will be attached. And in the next step, എന്താ സംഭവിക്കുന്നത്? Now the nitrogen has become a quaternary nitrogen. ഇനി ഇതിനകത്തേക്ക് OH മൈനസ് കൊണ്ടുവരണം. അതായത് അയഡൈഡ് ഷുഡ് ബി കൺവേർട്ടഡ് ടു ദ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മോയിസ്റ്റ് സിൽവർ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രോക്സൈഡിനെ പിന്നെ നമ്മൾ പൈറോളിസിസിന് വിധേയമാക്കുമ്പോഴത്തേക്ക് ബീറ്റ എലിമിനേഷൻ നടക്കും. ആൻഡ് ദാറ്റ് ഈസ് ആസ് പെർ ദ ഹോഫ്മാൻ റൂൾ. ഇവിടെ ആൽഫ പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 2 ബീറ്റ പൊസിഷൻസ് ഉണ്ട്, സേ ബീറ്റ ആൻഡ് ബീറ്റ പ്രൈം എന്ന് പറയുന്ന 2 ബീറ്റ പൊസിഷൻസ് ഉണ്ട്. അവിടുന്ന് അതിൽ ബീറ്റ പൊസിഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ആൽക്കിൻ കിട്ടും. ആൻഡ് ദിസ് ഈസ് ദ ഹോഫ്മാൻ പ്രോഡക്റ്റ്. നൗ വി വിൽ കണ്ടിന്യൂ all these process once again. അതായത് ഹോഫ്മാൻ എക്സോസ്റ്റീവ് മെഥിലേഷൻ
ഫോളോഡ് ബൈ മോയിസ്റ്റ് സിൽവർ ഓക്സൈഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് പൈറോളിസിസ്. അങ്ങനെ ആകുമ്പോൾ അടുത്ത ബീറ്റാ പൊസിഷനിൽ നിന്നും പ്രോട്ടോൺ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കീൻ കിട്ടും. ഈ ആൽക്കീനിൽ നിന്ന് നമുക്ക് ഈ ആൽക്കലോയിഡിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആൽക്കീൻ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ആൽക്കലോയിഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് നമുക്ക് സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. So hope now you are in a position to predict the product of these reactions. ഇതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് എഴുതി നോക്കുക.